ഹലോ മൈ ഗൈസ്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ് തൊപ്പി ഗ്യാങ്ങിലെ മമ്മു. മമ്മുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ വെറൈറ്റി മീഡിയയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ആ ഇൻ്റർവ്യൂവിൽ മമ്മു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിനോട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. ശരിയാണ്, ചെയ്തത് തെറ്റാണ്, എല്ലാതുമാണ്. പക്ഷേ അവൻ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതായത് ആ ഒരു സാധനം അവർക്കതൊരു കണ്ടൻ്റാക്കി വൈറലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം, അവരെ മീഡിയക്ക് പബ്ലിസിറ്റി കൊടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഇപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം അങ്ങനത്തെ കണ്ടൻറ്റുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ഒഴിവാക്കി വേറെ എന്തെങ്കിലും ചെയ്യും. ഇതിലും നന്നായിട്ടാണ് മെഹറിൻ അവിടെ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. മെഹറിൻ ഇൻ്റർവ്യൂ ചെയ്തതിൽ നെഗറ്റീവായിട്ടോ കാര്യം അവരുടെ ആ ഗ്യാങ്ങിൽ അവരെങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അവരെങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന്, അങ്ങനെയെല്ലാം വിശദമായിട്ടാണ് അവിടെ ചോദിക്കുന്നത്. അല്ലാതെ ഈ വല്ലവരെയും കുളിമുറി പോയി ഒളിഞ്ഞു നോക്കിയതോ അല്ലാണ്ട് വയലൻസ് കാണിച്ചതിന് ഒന്നുമല്ല അവർ പ്രോത്സാഹിപ്പിച്ചു വിടുന്നുണ്ട്. അതായത് ഇപ്പോൾ അവൻ ചെയ്ത കാര്യം തെറ്റാണ്, 100% തെറ്റാണ്. പക്ഷെ അത് അറിവില്ലാത്ത പ്രായത്തിലാണ്. പിന്നെ അവൻ പറയുന്നുണ്ട്, ഇപ്പോൾ തൊപ്പി ലൈവ് ഇടുന്നുണ്ട്, ആ ലൈവിൽ അവൻ പറയുന്നുണ്ട് അത് ഞാൻ അപ്പത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് തമാശക്ക് ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്, അല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ലേ എന്നുള്ളതിൻ്റെ അല്ല, അവനതൊരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ അവനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അവന് അറിവില്ലാത്ത പ്രായമാണ്, ചെറുതാണ്. സോ അവനൊരു ചാൻസ് കൂടിയും കൊടുത്ത്, ഇപ്പോൾ ഈ പറയുന്നതിന് വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. സോ അവൻ ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് പറഞ്ഞാൽ അവനെ ഓക്കെ, അവന് അവൻ്റേതായ കാര്യങ്ങൾക്ക് ഇപ്പോൾ അവൻ്റേതായ കുറച്ച് ഹോബീസ്, അതായത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവനെ കുറച്ച് അവിടുന്ന് മാറ്റി നിർത്തുക, എന്തെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ മാറ്റാനും. കാരണം ഇത്രയും കാലം അവർ അടിച്ചു പൊളിച്ച് ജീവിച്ച ലൈഫാണ്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എന്താ, ഫ്രണ്ട്സ് എന്താണെന്ന് അറിയുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, കാരണം ഫ്രണ്ട്സും കാര്യങ്ങളും എത്രമാത്രം ഉണ്ടാവും, എങ്ങനെ വരും, എങ്ങനെ പോകും, എല്ലാം അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിനെ ഇപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ അടിച്ചുടച്ച് ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് വരാൻ വരുന്നത്, എന്താണ് കിട്ടാൻ പോകുന്നത്?